സ്പോർട്സിന് പോവാന്ന് പറഞ്ഞ് എന്റെ വള ഊരിക്കൊണ്ട് പോയതാ. എന്റെ വള ഇപ്പൊ കിട്ടണം. അമ്മ ഞാനത് പണയം വെച്ച് എടുത്ത് തരാം. അപ്പൊ കോഴ്സോ? അത് കംപ്ലീറ്റ് ആയി. ആരുടെ? ഞാൻ ഒഴിച്ച് അവിടെ പഠിച്ച എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിട്ട്. അതാ പറഞ്ഞ എന്റെ വള എനിക്ക് കിട്ടണം. നീ എന്തോടെ കൊറേ നേരം കൊണ്ട് ഒരേ സാധനം തന്നെ കണ്ടോണ്ടിരിക്കുന്നത്? അപ്പൊ നീ അറിഞ്ഞില്ലയോ കേരളത്തിലെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം ബൺ മസ്ക. ഇതെന്ത് ചായം പെണ്ണു ഇല്ലയോ? നോ, ദിസ് ഈസ് ബൺ മസ്ക വിത്ത് ഇറാനി ടീ. താണ്ട നീ റീലൊന്ന് കണ്ടു. എന്ത് ഓച്ചറ ഉത്സവം? ഓച്ചറ ഉത്സവമൊന്നുമല്ല, ബൺ മസ്കയും ചായയും കഴിക്കാനുള്ള ആൾക്കാർ നിൽക്കുന്നതാ. ആ ഇതൊക്കെ കഴിക്കാൻ ഇത്രയും പേരോ? പിന്നല്ലാതെ ഒരു ബണ്ണിന് ഒരു ചായക്ക് എത്ര രൂപയാണെന്നറിയാവോ? 50 രൂപയാ. 50 രൂപ? ആ, ഒരു ചായക്ക് ഒരു ബണ്ണിന് പോ? ആ കുടുങ്ങിയാവോന്നല്ലോടാ. പിന്നല്ലാതെ. എടാ ഈ സംഭവം കേരളത്തിൽ മുഴുവനായി വരുക. നമ്മുടെ ഈ ഇട ആയിട്ടില്ല, നമുക്ക് തന്നെ തുടങ്ങാം ഇവിടെ. എടാ അതല്ലടാ, ഇതിനൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടായോ? എടാ ഒന്നുമില്ല, ബണ്ണ് രണ്ടായിട്ട് പുളത്തിട്ട് അതിനകത്ത് ബട്ടർ തേച്ചിട്ട് ഇച്ചിരി മിൽക്ക് മെയ്ഡോട് ഒഴിച്ചിട്ട് വലിച്ചു വാരി തേച്ചിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഊള ചായ ഉണ്ടല്ലോ അതങ്ങോട്ട് ആറ്റി അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ അവന്മാരൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ട്രെൻഡ് ആയതുകൊണ്ട് എല്ലാ അവന്മാരും മേടിച്ച് തിന്നോളും. ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ആർക്കും അറിയത്തില്ലല്ലോ. നീ എന്തൊക്കെയാ മേടിച്ചത്? വേണ്ട ബണ്ണ് കണ്ടോ? ബണ്ണ് കണ്ടോ? പൂത്തതാണേലും നമുക്ക് ആൾക്കാർക്ക് അടിക്കാം. വേണ്ട ബട്ടർ 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 കണ്ടോ? അപ്പൊ ചായ നിന്റെ അപ്പൂപ്പൻ കൊണ്ട്? അല്ല, നിന്റെ അപ്പൂപ്പൻ കൊണ്ടുവരും. അല്ല, നിന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ ഇടിയിപ്പിച്ചിട്ട്. വേണ്ട ചായ 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 ചായ. എനിക്ക് നിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായി കേട്ടാ. എന്തുവാ? ട്രിപ്പിന് പോവാൻ വേണ്ടി അല്ലയോടെ ഈ കഷ്ടപ്പാടൊക്കെ. ആദ്യം നമുക്ക് ഈ ബട്ടർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് മതി. നല്ല രസമുണ്ടല്ലേ? ഒരാള് അല്ലേലും കഷ്ടപ്പെട്ടോണ്ടിരിക്കുമ്പോഴേ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? ആ ഈളുതായ തുടക്കി. എടാ അപ്പൊ ഇതിന്റെ മധുരം ഒന്നും വേണ്ട എടാ? ഓ ഇതിന് മധുരം ഒന്നും വേണ്ട. ചായ മുക്കി കുഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. എടാ ആരെയും കാണുന്നില്ലല്ലോ. അതിനിപ്പോ ഒരു വഴിയുണ്ട്. എന്ത്? അപ്പൊ ഗായ്സ്, ഞങ്ങൾ ബൺമസ്കിയും ഇറാനി ചായ ആയിട്ട് ഇത് അപ്പൂപ്പൻ ഉണ്ടാക്കിയില്ലേ? അപ്പം ഇറാനി ചായ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അഖിലന്നാദിയുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം അഖിലന്നാദിയെ കാണാനുള്ള പാസും ഇതിന്റെ കൂടെ ഞങ്ങൾ തരുന്നതായിരിക്കും. ആൾക്ക് ഓരോ പാസ് ചെയ്തേ ഉള്ളൂ, ഒരു ബണ്ണിന്റെ കൂടെ കേട്ടോ. അതെ. അപ്പൊ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും വരണം കേട്ടോ. നീ നോക്കിക്കോ, 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ ജനസാഗരമായിരിക്കും. ചേട്ടാ ഒരു ബൺമസ്ക് ഇറാനി ചായ. ഞാൻ നിന്നെയൊക്കെ മൂടാനെ കൊണ്ട് ആരെങ്കിലും അത് പെരട്ടിത്താ, ഇല്ലെങ്കിൽ ഞാൻ പെരട്ടേ തിന്നാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ബണ്ണ് കീറും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് തേച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ മേടിക്കും. അങ്ങനെയാണെങ്കിൽ കപ്പി ചായ ഞാൻ കൊടുക്കും. ഞാൻ എത്ര പെൺപിള്ളാരെ തേച്ചാ? നിനക്ക് നല്ലതായിട്ട് തേക്കാനാ. നല്ലതായിട്ട്. എടാ ഷൊണ്ണകളെ ആ സൈഡിലൂടെ തേക്ക്. എടാ നീയൊക്കെ യഥാർത്ഥത്തിൽ ഈ ബൺമസ്ക് ഇറാനി ചായ കഴിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ആ ചായ കപ്പിൾസിന്റെ എങ്കിലും ബൺമസ്കും ചായയും കുടിച്ചിട്ടുണ്ടോ? എന്തായാലും ഇത്താ ചായയുടെ കപ്പ് ഞാൻ എടുക്കും. അങ്ങനെ ഉണ്ട്, ചായ ഞാൻ എടുക്കും. നീ ഒഴിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കും. എന്നാ ഞാൻ പതപ്പിക്കും. ഇതിന്റെ ഒറിജിനൽ കഴിക്കണമെന്നേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും 2 രൂപയുടെ അതങ്ങ് നശിപ്പിച്ച്. ഇതിന്റെ കോപ്പിയല്ല അവിടെ നടത്തുന്നത്. ആണല്ലേ? എത്ര ഇതിന്? 50 രൂപയുള്ള ചേട്ടാ. ഒരു ബണ്ണിനും ചായക്ക് 50 രൂപയോ? കൂടുതലാണോ ചോദിച്ചേ? ചേട്ടാ ഇറാനി ടീ. ഇറാനി ടീയോ? ആ ഇറയത്തുള്ള ശശികണ്ഠ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നത് ഞാൻ കണ്ടതാ. അതിവന്റെ അപ്പൂപ്പൻ. അങ്ങനെ ആയിരുന്നു ഇയാൾക്ക് അവിടുന്ന് 10 രൂപയ്ക്ക് കുടിച്ചാ പോരായിരുന്നു. ചേട്ടാ ഈ നമ്മള് ബട്ടർ ഉപയോഗിക്കുന്നെന്ന് പറയാൻ നമ്മുടെ അമൂലിന്റെ ബട്ടർ. ഇത് ബട്ടർ അല്ലടാ, ബണ്ണാടാ. ബണ്ണും ബട്ടർ തിരിച്ചറിയാത്തവന്മാരാണോ ബസ് കൊടുക്കുന്നത്? ബസ്. അപ്പൊ 50 രൂപ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കഞ്ഞില് പൊടിയിടാനായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചോണം എല്ലാവരും കേട്ടോ. ശരി. നന്ദി. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ? ഇറാനി ടീ 50, ബൺമസ്ക 50, ബൺമസ്ക 50. എന്തായാലും ഓസിന് കിട്ടുന്നില്ല, ഞാൻ അവരുടെ കുടിച്ചിട്ട് വരാം. എന്തായാലും ഞാനാ സ്ഥാനാർത്ഥി. എന്തുവായിരുന്നു ചിഹ്നം? എന്തുവായിരുന്നു മാമ? എന്റെ ചിഹ്നം എന്തായിരുന്നു? കാറാടാ മൊണ്ണെ, ചിഹ്നം പോലും അറിയത്തില്ല. കാർ അല്ല, എന്തുകൊണ്ട് കഴിക്കാനും കുടിക്കാനും ഒക്കെ? ബൺമസ്ക ഉണ്ട്,
ചായ ചായ ഉണ്ട്, ഇറാനി ചായ. നശിപ്പിച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇറാനി ചായയും ബൺമസ്കയും ഉണ്ട്. വെറൈറ്റി ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞെട്ടിക്കൽ ഇറാനി ടീയും ബൺമസ്കയും ഉണ്ട്, എടുക്കട്ടെ? അത് വെറൈറ്റി, അത് വെറൈറ്റി, അത് ഓരോ ഐറ്റം വെച്ചെടു. അല്ലടാ ചായ ആദ്യം കുടിക്കത്തില്ല. എന്നാ ചായ കുടിച്ചു. കറക്റ്റാ ഇറാനികളുടെ ഊത്ത മണം തന്നെ. ഞെട്ടിക്കൽ ഇറാനി ടീ. ഞെട്ടിയില്ലയോ? ഞെട്ടിക്കല്ലേ ചേട്ടാ? ഞെട്ടിക്കല്. എന്നോടാ അവന്റെ കളി. തിരിഞ്ഞു നിന്നാ നീയൊക്കെ എങ്ങനെ എന്നെ ഞെട്ടി? എന്റെ കതർ പോയി. ഞാനിനി എങ്ങനെയാണോ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുന്നത്? ചേട്ടനല്ലായിരുന്നു ഒരേ നിർബന്ധം, വെറൈറ്റി ഇല്ലെങ്കിൽ ചായ കുടിക്കത്തില്ലെന്ന്. ബൺമസ്ക എടുക്കട്ടെ? അത് ഒരെണ്ണം എടുത്തോ, പാഴ്സല് മതി കേട്ടോ. എന്നാ ചേട്ടാ പാഴ്സല്, വീട്ടിൽ പോയി സമാധാനത്തെ കഴിച്ചു. എത്ര രൂപ? സാധാരണ 50 ആണ്, ഞെട്ടിക്കലും കൂടെ ചേർന്നപ്പോ 80. 80 അല്ലേ? അല്ലെങ്കിലേ നാളെ തരാം. അപ്പൊ നമുക്ക് നല്ല രീതിയിലൊന്ന് ഞെട്ടിക്കണ്ടായോ? അത് വേണം. എപ്പിടി ഇருக்கு? ഇനി അവന്മാർ എങ്ങനെ എന്നെ ഒന്നും ഞെട്ടിക്കുന്നത് എനിക്കൊന്നും കാരണം. പുള്ളിക്കാരൻ ഇപ്പൊ ചെന്ന് കാണുമായിരിക്കും ഇല്ലയോ? ഒരു മിനിറ്റ്. ഹലോ, ചേട്ടാ ചേട്ടാ അടുത്ത ടോക്കൺ എന്റെ എന്റെ പൊന്നു ചേട്ടാ അടങ്ങിയിരിക്കും. തരാം തരാം. എന്റെ പ്ലീസ് ചേട്ടാ അടങ്ങിയിരിക്കും. ചേട്ടാ ക്യൂ നിൽക്കുക. ചേട്ടാ ഒന്നും സമാധാനം. കിട്ടിയില്ല ഞാൻ തൂങ്ങിച്ചാവും. എടുക്കണം, അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് അപ്പോൾ ഗായ്സ് ഞങ്ങൾ 1500 ബണ്ണ് കൊണ്ടുവന്നു, അത് മൊത്തം തീർന്നിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 400 പേര് ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തു, ബണ്ണ് കിട്ടിയില്ലെന്ന്. ഇവിടെ തീർന്ന ബണ്ണ് ഇപ്പൊ ഇവിടുന്ന് കിട്ടിയടാ? താഴെ കിടന്ന് കിട്ടിയാടാ, കുഴപ്പമൊന്നുമില്ല. അയ്യോ ഗായ്സ്, അതും തീർന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? നീ എവിടെ പോയി കിടക്കുമായിരുന്നോ? നീ പൈസ എടുത്തായിരുന്നോ? അത് അമ്മയുടെ കൂട്ടുകാരനെ ഞാൻ ഇങ്ങനെ ചതിക്കുന്നു. അല്ല അമ്മയൊന്ന് പറ. എനിക്കൊന്നും കൊണ്ടുള്ള ലാഭം വള തന്നെ എടുക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. അല്ല പറ്റുമായിരിക്കുമല്ലോ. ഞാൻ അന്നേരെ പറഞ്ഞില്ലായിരുന്നോ എന്റെ വള എടുത്തോണ്ട് പോയാൽ തിരിച്ചെടുപ്പിക്കാന് ഈ രുക്മിണിക്കറിയാവുന്നു. ഇങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല ഇല്ലയോ? ഇത് പണയം വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ബൺമസ്ക നടത്തിയാലോ? കൂടെ നിന്ന് ചതിക്കുന്നവനെ